നമസ്തേ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മാധ്യമങ്ങളും പണ്ഡിതന്മാരും വിശകലനം തുടങ്ങി. നേതാക്കൾ കണക്കുകൾ നിരത്തി അവകാശവാദങ്ങളും ഉന്നയിക്കും. പക്ഷേ ആരും കാണാത്ത വോട്ടുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസം നാട്ടിലുണ്ടായിരുന്നിട്ടും ചെയ്യാതെ പോയ വോട്ടുകൾ 20% വോട്ടുകൾ ഇപ്രകാരം ചെയ്യാതെയുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിദേശത്ത് നിന്ന് 10,000 രൂപ ഫ്ലൈറ്റ് ചാർജ് കൊടുത്ത് വന്നവരുണ്ട്. 1000 രൂപ യാത്രാ ചെലവ് മുടക്കി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് വോട്ട് ചെയ്ത് പോയവരുണ്ട്. പക്ഷേ സ്വന്തം വീട്ടിലുണ്ടായിരുന്നിട്ടും പോളിംഗ് ബൂത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നിട്ടും വോട്ട് ചെയ്യാതെ പോയ 20%-ഓളം പേരെ കുറിച്ച് പഠിക്കേണ്ടതാണ്. അവരിൽ ഏറെ പേരും വിദ്യാഭ്യാസമുള്ളവരാണ്, ആരോഗ്യവും ചിന്താശേഷിയും ഉള്ളവരാണ്. എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇല്ലാത്തവരുമാണ്. ഏതെങ്കിലും ഒരു ഇസ്ലാം മത വിശ്വാസി വോട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ. എത്ര ക്രൈസ്തവർ വോട്ട് ചെയ്യാതെ മാറി നിന്നു എന്ന് പഠിച്ചു നോക്കൂ. മേൽപ്പറഞ്ഞ 2 വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വോട്ട് ചെയ്യാതെ ഇരുന്നിരുന്നുവെങ്കിൽ കൃത്യവും വ്യക്തവും മതിയായതുമായ കാരണങ്ങളുണ്ട്. എന്നാൽ കൃത്യവും വ്യക്തവും മതിയായതുമായ കാരണങ്ങളൊന്നുമില്ലാതെ വെറുതെ വോട്ട് ചെയ്യാൻ പോയില്ല എന്ന് മാത്രം പറയുന്നവരിൽ 99% പേരും ഹിന്ദുക്കളാണ് എന്ന വസ്തുത പഠിക്കേണ്ടതല്ലേ. ശരാശരി 200 പോളിംഗ് ബൂത്തുകളാണ് ഒരു അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ഒരു ബൂത്തിൽ കേവലം 10 പേർ വോട്ട് ചെയ്തില്ല എങ്കിൽ മണ്ഡലത്തിൽ 2000 വോട്ടുകളുടെ കുറവാണ് ഉണ്ടാവുക. ഇനി 30 പേരാണ് വോട്ട് ചെയ്യാത്തവരായി ഉള്ളതെങ്കിൽ മണ്ഡലത്തിൽ ആകെ കുറവ് വരുന്ന വോട്ടുകളുടെ എണ്ണം 6000 ആവും. ഓരോ അസംബ്ലി മണ്ഡലത്തിലും 2 ലക്ഷത്തിലധികം വോട്ടുകളാണുള്ളത്. അതിന്റെ 20% പേർ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ 20,000 മുതൽ 40,000 വരെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അർത്ഥം. വോട്ടെടുപ്പ് ദിവസം നാട്ടിലുണ്ടായിരുന്നിട്ടും വീട്ടിലുണ്ടായിരുന്നിട്ടും വോട്ട് ചെയ്യാൻ പോകാത്ത ഈ വലിയ സംഖ്യ വോട്ടർമാരിൽ 99% പേരും ഹിന്ദുക്കളായത് എന്തുകൊണ്ട്? വിജയിച്ചവരിൽ 90% MLA-മാരുടെയും ഭൂരിപക്ഷം 40,000-ൽ താഴെയാണെന്ന് കാണുമ്പോഴാണ് ഹിന്ദുക്കൾ ചെയ്യാതെ പോയ 40,000-ഓളം വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും ജനവിധിയെ നിർണയിച്ചതിന്റെ പ്രാധാന്യം മനസ്സിലാവുക. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സത്യങ്ങൾ പറയുന്നവരെ വിളിക്കാൻ ഒരു പേരുണ്ട് പ്രബുദ്ധ കേരളത്തിൽ: വർഗീയവാദികൾ.